Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 21 ചൊവ്വാഴ്ച 4 PM ന്യൂസ് ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. രാജ്യത്തെ സുപ്രധാന സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ബഹ്റിൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ബഹ്റിൻ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയണിന് കീഴിലുള്ള സിവിൽ ഏവിയേഷൻ നാവിഗേഷൻ ഉപകരണങ്ങളെയും വ്യോമഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളെയുമാണ് ആക്രമണം ലക്ഷ്യമിട്ടത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ICAO ചട്ടങ്ങളുടെയും ലംഘനമാണെന്നും BDF എയർ ഡിഫൻസ് ആക്രമണങ്ങളെ വിജയകരമായി പ്രതിരോധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലെ പുതിയ സുരക്ഷാ സാഹചര്യങ്ങളെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിൽ നിന്നുള്ള ബഹ്റിൻ സർവീസുകൾ റദ്ദാക്കി. ജൂലൈ 21 മുതൽ 23 വരെയുള്ള കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി സർവീസുകളാണ് നിർത്തിവച്ചത്. റദ്ദാക്കിയ ടിക്കറ്റുകൾക്ക് പൂർണ്ണ റീഫണ്ടോ സൗജന്യ തീയതി മാറ്റമോ ലഭ്യമാണ്. എമിറേറ്റ്സ് ജൂലൈ 31 വരെയും ഖത്തർ എയർവേസ് 24 വരെയും ബഹ്റിൻ സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട്. അവധിക്കാലത്ത് സർവീസുകൾ മുടങ്ങിയതും ഉയർന്ന ടിക്കറ്റ് നിരക്കും ഇവിടെയുള്ള പ്രവാസികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ബഹ്റിനിലെ സിവിൽ സൊസൈറ്റി സംഘടനകളുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കാൻ പുതിയ നടപടിക്രമ മാർഗരേഖ തയ്യാറാകുന്നു. രജിസ്ട്രേഷൻ, ഫണ്ട് ശേഖരണം, വിദേശ ബന്ധങ്ങൾ എന്നിവയിൽ കർശന നിയന്ത്രണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് 18 അധ്യായങ്ങളുള്ള കരട് രൂപരേഖ. സാമ്പത്തിക സുതാര്യതയ്ക്കായി എല്ലാ സംഘടനകളും 3 വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമായും സൂക്ഷിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വിദേശ സംഘടനകളുമായി സഹകരിക്കുന്നതിന് മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയും ആവശ്യമാണ്. തലസ്ഥാനത്തെ കാൽനടപ്പാതകളിൽ അനധികൃതമായി ട്രക്കുകളും വലിയ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നതിനെതിരെ ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റിയും ട്രാഫിക് വിഭാഗവും സംയുക്ത പരിശോധന ആരംഭിച്ചു. മുനിസിപ്പൽ നിബന്ധനകൾ ലംഘിച്ച് ഫുട്പാത്തുകളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് 20 മുതൽ 100 ദിനാർ വരെ പിഴ ഈടാക്കും. കാൽനടയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും റോഡുകൾ തകരുന്നതിനും കാരണമാകുന്ന ലംഘനങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും പരിശോധന തുടരും. മനാമ മാർക്കറ്റിന്റെ പദവി സംരക്ഷിക്കുന്നതിനും വിനോദസഞ്ചാര സാമ്പത്തിക മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും മുൻഗണന നൽകുമെന്ന് ബഹ്റിൻ ചേംബർ ഓഫ് കൊമേഴ്സ് വ്യക്തമാക്കി. ചേംബർ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വിപണി സന്ദർശിച്ച് കച്ചവടക്കാരുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ചോദിച്ചറിഞ്ഞു. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിനായി ചേംബറിൽ പ്രത്യേക വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ വച്ച് ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ 30കളിലുള്ള ബഹ്റിനി യുവതി മരിച്ചു. കഠിനമായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കഠിനമായ വേദന അനുഭവപ്പെട്ടിട്ടും ഡിസ്ചാർജ് ചെയ്തതിലും പരിചരണത്തിലും ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ വിപുലമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേനൽക്കാലം കടുക്കുന്ന പശ്ചാത്തലത്തിൽ ബഹ്റിനിലെ വാണിജ്യ നീന്തൽക്കുളങ്ങളിൽ പൊതുജനാരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ മുഹറക് ഗവർണറേറ്റിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. ലൈസൻസ്, ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, ഇലക്ട്രിക്കൽ ലൈനുകൾ, വെള്ളത്തിന്റെ ശുദ്ധി എന്നിവ പരിശോധിക്കും. ഔദ്യോഗിക ലൈസൻസുള്ള സ്ഥാപനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാനും കുട്ടികളെ മുതിർന്നവർ കർശനമായി നിരീക്ഷിക്കാനും അധികൃതർ നിർദ്ദേശിച്ചു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് OICC ബഹ്റിൻ സംഘടിപ്പിച്ച 3ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ആവശ്യപ്പെട്ടു. ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടന്ന ചടങ്ങ് BKS പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം അധ്യക്ഷത വഹിച്ചു.
കുടുംബ സൗഹൃദ വേദിയുടെ സൗഹൃദോണം 2026 സെപ്റ്റംബർ 25 അദാരി പാർക്കിൽ വച്ച് നടക്കും. ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറന്റിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ അധ്യക്ഷത വഹിച്ചു. പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണം, 1000 പേർക്ക് സൗജന്യ ഓണസദ്യ, കലാപരിപാടികൾ എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കും. പരിപാടിയുടെ നടത്തിപ്പിനായി ഡി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ 101 അംഗ സ്വാഗത സംഘവും രൂപീകരിച്ചു. വോയിസ് ഓഫ് ആലപ്പിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി പൂവേ പൊലി 2026 സെപ്റ്റംബർ 18 സല്ലാഖിലെ ബീച്ച് ബേ റിസോർട്ടിൽ വച്ച് നടക്കും. പ്രസിഡന്റ് സിബിൻ സലീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആഘോഷങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ സ്വാഗത സംഘത്തെയും വിവിധ സബ് കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു. അനൂപ് ശശികുമാർ, അരുൺ രത്നാകരൻ എന്നിവരാണ് ജനറൽ കൺവീനർമാർ. അൽമന്നായ് കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മനാമ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മനാമ സെൻട്രൽ മാർക്കറ്റ് മസ്ജിദിൽ വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. അല്ലാഹുവിനെ അറിയുക എന്ന വിഷയത്തിൽ വസീം അഹമ്മദ് അൽഹിക്കമി മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ഭാരവാഹികളായ ഷാഹിദ് യൂസഫ്, അബ്ദുൽ ലത്തീഫ് അലിയമ്പത്ത് എന്നിവർ സംസാരിച്ചു. വേനലവധി തുടങ്ങി 1 മാസം പിന്നിട്ടിട്ടും ഇന്ത്യൻ സ്കൂൾ ജീവനക്കാരുടെ ലീവ് സാലറി വിതരണം ചെയ്യാത്തതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തി യുണൈറ്റഡ് പാരന്റ്സ് പാനൽ. ജൂലൈ മാസത്തെ ആനുകൂല്യമെങ്കിലും അടിയന്തരമായി വിതരണം ചെയ്യാൻ സ്കൂൾ ഭരണസമിതി തയ്യാറാകണമെന്ന് UPP ആവശ്യപ്പെട്ടു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.